Hi students, welcome back to MR Physics tutorial. Motion in a straight line എന്ന ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് എങ്ങനെ നമുക്ക് വൺ ഡയമെൻഷണൽ മോഷനിലുള്ള ഒബ്ജക്റ്റിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്, വൺ ഡയമെൻഷണൽ മോഷനുള്ള ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ് നമ്മൾ ഈ ചാപ്റ്ററിൽ വരക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. ഏതൊക്കെ ഗ്രാഫുകളാണ് പഠിക്കുന്നത്? മെയിനായിട്ടും പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, അതുപോലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ വരക്കുമ്പോൾ എക്സ് ആക്സിസിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എടുക്കുന്നു, എക്സ് ആക്സിസിൽ ടൈം എടുക്കുന്നു, വൈ ആക്സിസിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എടുക്കുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫ് വരക്കുമ്പോൾ എക്സ് ആക്സിസിൽ ടൈം എടുക്കുന്നു, വൈ ആക്സിസിൽ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എടുക്കുന്നു. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരക്കുമ്പോൾ എക്സ് ആക്സിസിൽ ടൈം എടുക്കുന്നു, വൈ ആക്സിസിൽ ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ എടുക്കുന്നു. ഇനി പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെ റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ വരക്കാൻ പഠിക്കുന്നുണ്ട്. അതേപോലെ യൂണിഫോം മോഷനിലുള്ള ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. അതേപോലെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ യൂണിഫോം മോഷനുള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫും യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനുള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരക്കാൻ വേണ്ടി പഠിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ ടൈമാണ് എടുക്കുന്നത്, അതേപോലെ വൈ ആക്സിസിൽ പൊസിഷനാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ശ്രദ്ധിക്കുക, നമ്മളൊരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുകയാണ്. ആ ഒബ്ജക്റ്റ് ഒറിജിനിൽ നിന്നും നമ്മൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് ഒറിജിനിൽ നിന്നും 4 മീറ്റർ അകലെ ബി എന്ന ഈ ഒരു പൊസിഷനിലാണുള്ളത്. നമ്മൾ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്ക് അറ്റ് എ ടൈം 0 സെക്കൻഡ് എന്ന് കൊടുക്കാം. ആ ഒബ്ജക്റ്റ് എവിടെയാണുള്ളത്? ഒറിജിനിൽ നിന്നും 4 മീറ്റർ അകലെ ബി എന്ന പൊസിഷനിലാണുള്ളത്. രണ്ടാമത്തെ സെക്കൻഡിൽ നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുമ്പോഴും അത് അവിടെ തന്നെയാണുള്ളത്. നാലാമത്തെ സെക്കൻഡിൽ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോഴും അത് അവിടെ തന്നെയാണുള്ളത്. ആറാമത്തെ സെക്കൻഡിൽ നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുമ്പോഴും അത് അവിടെ തന്നെയാണുള്ളത്. അപ്പോൾ ഏത് ടൈമിൽ നമ്മൾ ആ ഒബ്ജക്റ്റിനെ നോക്കിയാലും ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണ്? ബി എന്ന് പറയുന്ന പോയിന്റിലാണ്. ഒറിജിനിൽ നിന്നും 4 മീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ്. എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ചിട്ട് ആ ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ എന്തില്ല എന്നർത്ഥം? ചേഞ്ച് ഇല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഏത് സ്റ്റേറ്റിലാണ്? റെസ്റ്റിലാണ്, അല്ലേ? 0 സെക്കൻഡിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് ബിയിലാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ സെക്കൻഡിലും 4-ാമത്തെ സെക്കൻഡിലും 6-ാമത്തെ സെക്കൻഡിലും ഒക്കെ ആ ഒബ്ജക്റ്റ് എവിടെയുള്ളത്? ബി എന്ന് പറയുന്ന പൊസിഷനിലാണുള്ളത്. അതിൻ്റെ അർത്ഥം ഒബ്ജക്റ്റ് ഏത് സ്റ്റേറ്റിലാണ്? റെസ്റ്റിലാണ്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കാം. ഞാൻ പറഞ്ഞു എക്സ് ആക്സിസിൽ നമ്മൾ ടൈമാണ് എടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എക്സ് ആക്സിസിന്റെ ടൈം ആക്സിസ് എന്നും പറയാം. വൈ ആക്സിസിൽ നമ്മൾ ഒബ്ജക്റ്റിന്റെ പൊസിഷനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, എക്സ് ആക്സിസിൽ ടൈമാണ്. 0 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് അകലെയാണുള്ളത്? ഒറിജിനിൽ നിന്നും 4 മീറ്റർ അകലെ. അപ്പോൾ 0 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ 4 മീറ്റർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. 2 സെക്കൻഡിലും 4 മീറ്റർ ഡിസ്റ്റൻസ് അകലെയാണുള്ളത്. 2 സെക്കൻഡിലും ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ 4 മീറ്റർ അകലെയാണ്. 4 സെക്കൻഡിലും ഒബ്ജക്റ്റിന്റെ പൊസിഷൻ 4 മീറ്റർ അകലെയാണ്. 6 സെക്കൻഡിലും ഒബ്ജക്റ്റിന്റെ പൊസിഷൻ 4 മീറ്റർ അകലെയാണ്. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ എന്തില്ല? ചേഞ്ച് ഇല്ല വിത്ത് റെസ്പെക്ട് ടു ടൈം. ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റുകളൊക്കെ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. നമുക്ക് ഈ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന്. കാരണം ഏത് ടൈമിൽ എടുത്തു കഴിഞ്ഞാലും ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. 0 സെക്കൻഡിൽ 4 മീറ്റർ അകലെ, 2 സെക്കൻഡിൽ 4 മീറ്റർ അകലെ, 4 സെക്കൻഡിൽ 4 മീറ്റർ അകലെ, 6 സെക്കൻഡിൽ 4 മീറ്റർ അകലെ. ദാറ്റ് മീൻസ് ദിസ് ഒബ്ജക്റ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനിലുള്ള ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. നമുക്കറിയാം എന്താണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
if an object has equal displacement in equal interval of time along a straight line, it is called the uniform motion. അല്ലേ, ഒരു ഒബ്ജക്റ്റിന് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മോഷൻ എന്തായിരിക്കും? യൂണിഫോം മോഷൻ ആയിരിക്കും. യൂണിഫോം മോഷൻ്റെ കേസിൽ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു കേസിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഇനീഷ്യലി ദാറ്റ് മീൻസ് അറ്റ് എ ടൈം 0 സെക്കൻഡ് ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ 0 മീറ്റർ ആണ്, അതായത് ഒറിജിനിലാണ് ആ ഒബ്ജക്റ്റ് ഉള്ളത്. 2 സെക്കൻഡുകൾക്ക് ശേഷം ആ ഒബ്ജക്റ്റ് 2 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. 4 സെക്കൻഡ് കൊണ്ട് 4 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. 6 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. 8 സെക്കൻഡ് കൊണ്ട് 8 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. ആ രീതിയിൽ ആ ഒബ്ജക്റ്റ് മുന്നോട്ടേക്ക് പോവുകയാണ്. ഞാനിവിടെ 6 മീറ്റർ ഡിസ്റ്റൻസ് വരെയുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒബ്ജക്റ്റിന് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ് അല്ലേ. ആദ്യത്തെ 2 സെക്കൻഡിൽ 2 മീറ്റർ ആണ് അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. അടുത്ത 2 സെക്കൻഡിലും 2 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. അടുത്ത 2 സെക്കൻഡിലും 2 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റ് യൂണിഫോം മോഷനിലാണ്. ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാവുക നമുക്ക് നോക്കാം. ഇവിടെ 0 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ 0 മീറ്റർ ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഒറിജിനലാണ്. അതിവിടെ കാണിക്കുന്നു. 0 സെക്കൻഡിൽ 0 മീറ്റർ, ഒബ്ജക്റ്റ് ഒറിജിനലാണ്. 2 സെക്കൻഡിൽ ഒബ്ജക്റ്റ് ഒറിജിനിൽ നിന്നും 2 മീറ്റർ ഡിസ്റ്റൻസ് അകലെ. ഇപ്പൊ രണ്ടാമത്തെ സെക്കൻഡിൽ ഒബ്ജക്റ്റ് ഒറിജിനിൽ നിന്നും 2 മീറ്റർ ഡിസ്റ്റൻസ് അകലെ എന്ന് പറയുമ്പോൾ ഇതാണ് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ. 4ാമത്തെ സെക്കൻഡിൽ 4 മീറ്റർ, 4th സെക്കൻഡിൽ 4 മീറ്റർ ഡിസ്റ്റൻസ് അകലെ. 6th സെക്കൻഡിൽ 6 മീറ്റർ ഡിസ്റ്റൻസ് അകലെ, 6 മീറ്റർ ഡിസ്റ്റൻസ് അകലെ. ഇങ്ങനെയാണ് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ വരുന്നത്. 0 സെക്കൻഡിൽ 0 മീറ്റർ, 2 സെക്കൻഡിൽ 2 മീറ്റർ, 4 സെക്കൻഡിൽ 4 മീറ്റർ, 6 സെക്കൻഡിൽ 6 മീറ്റർ. നമ്മൾക്ക് ഈ പോയിന്റുകളൊക്കെ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുക. ഈ പോയിന്റുകളൊക്കെ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. നമ്മളിത് എങ്ങനെ പറയാം? The graph is a straight line inclined with the time axis. The graph is a straight line inclined with the time axis. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Position time graph of an object in uniform motion is a straight line inclined with the time axis. റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? The graph is a straight line parallel to time axis ആയിരുന്നു അല്ലേ. ഇവിടെ ഗ്രാഫിന് ഒരു ചെരിവുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറയും? The graph is a straight line inclined with the time axis. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, 2 സെക്കൻഡിൽ ഉള്ള ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്താണ്? 2 മീറ്റർ ആണ്. അപ്പം ഞാനിവിടെ 2 സെക്കൻഡ് എന്നുള്ളത് ഞാൻ T1 എന്ന് കൊടുക്കുന്നു. ആ 2 സെക്കൻഡിലുള്ള ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അത് 2 മീറ്റർ ആണ്. അപ്പോൾ T1 സെക്കൻഡിലുള്ള ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ആ പൊസിഷന് x1 എന്ന് കൊടുക്കുന്നു. ഇനി 4 സെക്കൻഡിൽ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്താണ്? 4 മീറ്റർ ആണ്. 4 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ 4 മീറ്റർ ആണ്. അപ്പം ഞാൻ ഈ ടൈമിന് T2 എന്ന് കൊടുക്കുന്നു, ഈ പൊസിഷന് x2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അറ്റ് എ ടൈം T1 സെക്കൻഡ് the position of the object is x1. After a time T2 second the position of the object is x2. ഇനി നമുക്ക് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്കറിയാം സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താണ്? ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ y വാല്യൂ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x വാല്യൂ. അതാണ് സ്ലോപ്പ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താണ്? ചേഞ്ച് ഇൻ y വാല്യൂ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x വാല്യൂ. അതായത് നമ്മൾ y ആക്സിസിൽ എടുക്കുന്ന വാല്യൂസിന്റെ ചേഞ്ച് ഡിവൈഡഡ് ബൈ x ആക്സിസിൽ എടുക്കുന്ന വാല്യൂസിന്റെ കറസ്പോണ്ടിങ് ചേഞ്ച്. അതാണ് ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ചേഞ്ച് ഇൻ y വാല്യൂ. y ആക്സിസിൽ നമ്മൾ എടുക്കുന്ന ഇനീഷ്യൽ വാല്യൂ ഇതാണ് x1 2 മീറ്റർ. ഫൈനൽ വാല്യൂ എന്താണ്? x2 4 മീറ്റർ. അപ്പോൾ ചേഞ്ച് ഇൻ y വാല്യൂ എന്താണ്? x2 മൈനസ് x1 ആണ്. x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ എന്താണ്? ചേഞ്ച് ഇൻ x വാല്യൂ. x ആക്സിൽ എടുക്കുന്ന ഇനീഷ്യൽ വാല്യൂ എന്താണ്? T1 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ ആണ് x1. x ആക്സിൽ എടുക്കുന്ന ഫൈനൽ വാല്യൂ എന്താണ്? T2 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്ന പൊസിഷൻ ആണ് x2. അപ്പോൾ ചേഞ്ച് ഇൻ x വാല്യൂ നമുക്ക് എങ്ങനെ എടുക്കാം? T2 മൈനസ് T1 എന്ന് എടുക്കാം. T2 മൈനസ് T1. നമ്മൾക്കറിയാം എന്താണ് x2 മൈനസ് x1?
ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അതായത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. x2 മൈനസ് x1 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിവൈഡ് ബൈ t2 മൈനസ് t1 എന്ന് പറഞ്ഞാലോ, t2 എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമാണ്. t1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമാണ്. അപ്പൊ t2 മൈനസ് t1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ x1 ൽ നിന്നും x2 ലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം ഇന്റർവെൽ ആണ്. അപ്പൊ t2 മൈനസ് t1 എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ സംഭവിക്കുന്ന, പൊസിഷനിൽ ചേഞ്ച് സംഭവിക്കുന്ന ടൈം ഇന്റർവെൽ ആണ് എന്ത്? t2 മൈനസ് t1. അപ്പൊ നമുക്ക് x2 മൈനസ് x1 ഡിവൈഡ് ബൈ t2 മൈനസ് t1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡ് ബൈ ടൈം ഇന്റർവെൽ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം ഇന്റർവെൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ദാറ്റ് ഈസ് ഡെൽറ്റ x ഡിവൈഡഡ് ബൈ ഡെൽറ്റ t ആണ്. ഡെൽറ്റ x ചേഞ്ച് ഇൻ പൊസിഷൻ, ഡെൽറ്റ t t2 മൈനസ് t1, അതായത് ടൈം ഇന്റർവെൽ. എന്താണ് ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡ് ബൈ ടൈം? എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് വെലോസിറ്റി ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ x2 മൈനസ് x1 എന്താണ്? 4 മീറ്റർ മൈനസ് 2 മീറ്റർ, 4 മീറ്റർ മൈനസ് 2 മീറ്റർ ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 നോ 4 സെക്കൻഡ് മൈനസ് 2 സെക്കൻഡ്, that is 2 meter divided by 2 second is equal to 1 meter per second. 1 meter per second എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്, ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമ്മൾക്ക് എന്ത് തരുന്നു? ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയാണ് തരുന്നത്. അപ്പൊ നമ്മൾക്ക് പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്നും എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഗിവ്സ് വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ രണ്ട് കേസുകളിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ പഠിച്ചത്. നമുക്കിവിടെ രണ്ട് ഗ്രാഫ് കാണാം. ഫസ്റ്റ് വൺ എന്താണ്? സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണ്. നമ്മൾ x ആക്സിസിൽ ടൈമും y ആക്സിസിൽ പൊസിഷനുമാണ് എടുക്കുന്നത്. x നമ്മൾ പൊസിഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫ് എന്താണ്? സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. അത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് വൺ ഈസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. രണ്ടാമത്തെ ഗ്രാഫ് എന്താണ്? സ്ട്രൈറ്റ് ലൈൻ ഇൻക്ലൈൻഡ് വിത്ത് ടൈം ആക്സിസ് ആണ്. ഓക്കെ, ഇവിടെ ഇത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? യൂണിഫോം മോഷനിലുള്ള ഒബ്ജക്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഗിവ്സ് വാട്ട്? വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എന്ത് തരും? വെലോസിറ്റി തരും. നിങ്ങൾ നോക്കുക, ഈ ഗ്രാഫ് പാരലൽ ആണ്. ഈ ഗ്രാഫിന് എന്തില്ല? ഈ ഗ്രാഫ് ടൈം ആക്സിസിന് പാരലൽ ആണ്. ഈ ഗ്രാഫിന് എന്തില്ല? നമുക്ക് ഈ ഗ്രാഫ് കാണുന്നത് വ്യക്തമാണ്. ഈ ഗ്രാഫിന് എന്തില്ല? സ്ലോപ്പ് ഇല്ല. സ്ലോപ്പ് ഇല്ല മീൻസ് ഇതിന്റെ സ്ലോപ്പിന്റെ വാല്യൂ 0 ആണ്. സ്ലോപ്പ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വെലോസിറ്റിയെ. സ്ലോപ്പ് 0 ആണെന്ന് പറഞ്ഞാൽ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഏത് സ്റ്റേറ്റിലാണ്? റെസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ uniform motion is a straight line inclined with the time axis. Position time graph of an object at rest is a straight line parallel to time axis. The slope of the graph gives what? Velocity of the object. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.